കാരണം എന്താ വെച്ചാല് ഈ അർത്ഥം വ്യാഖ്യാനിക്കണോടത്ത് ഫാൾട്ട് പറ്റിയാൽ പല ഫാൾട്ടുകളും മനുഷ്യന്മാർക്ക് പറ്റും. ഈ വിദ്യാഭ്യാസം കുറഞ്ഞ കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു ഞങ്ങളെ അയലോക്കത്ത് നടന്ന ഒരു രസകരമായ ഒരു കഥ ഓർമ്മ വരുന്നത്. അതായത് ഭർത്താവിന് അത്യാവശ്യമൊക്കെ വിദ്യാഭ്യാസം ഉണ്ട്, ഭാര്യക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ദമ്പതികൾ. ഈ ഭർത്താവ് ഈ വേനൽക്കാലത്ത് അണ്ടിയൊക്കെ ഉണ്ടായപ്പോ അണ്ടിക്കാലം വന്നപ്പോ എന്ത് ചെയ്ത് എന്നറിയി, ഈ കശുവണ്ടിന്റെ ഒക്കെ ടൈം ആയപ്പോ കുറച്ച് പൈസ ഒക്കെ കയ്യിൽ വന്നപ്പോ 2 ചാക്ക് അരി കൊടുന്ന് വെച്ചു വീട്ടില്. അരി കൊടുന്ന് വെച്ചിട്ട് ഭാര്യനോട് പറഞ്ഞു, എടി ഇത് എടുക്കരുത്, ഇത് ജൂൺ ജൂലൈക്കുള്ളതാണ് എന്ന് പറഞ്ഞ് 2 ചാക്ക് അരി അവിടെ കൊണ്ടുവച്ചപ്പോ ഭാര്യയാണെങ്കിൽ സ്കൂളിന്റെ ഒമ്പരം കണ്ടിട്ടില്ല, മുപ്പത്തിയാർക്ക് അറിയില്ല ഈ ജൂൺ ജൂലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഭാര്യക്ക് അറിയില്ല. അങ്ങനെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് മൂപ്പരെ എടുക്കോ പോയ സന്ദർഭത്തിൽ അയലോകത്തുള്ള ഒരു പെണ്ണ് ലേശം അരി വായ്പ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് വന്ന് അരി വായ്പ വാങ്ങാൻ വേണ്ടി വന്ന സമയത്തോട് പറഞ്ഞു, എടി ഇവിടെ അരി ഞങ്ങൾക്കുള്ള അരി ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ 2 ചാക്ക് അരിന്റെ മാപ്പിള കൊടുന്ന് വെച്ചിക്കണ ജൂൺ ജൂലൈക്കാണെന്ന് മൂപ്പര് അന്ന് തന്നെ പറഞ്ഞിക്കണ്. ഓല് എപ്പോഴാ വരികയെന്നറിയില്ല. ആര്? ജൂൺ ജൂലൈ. ഓല് വരുമ്പോ അതോൽക്ക് കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് 2 ചാക്ക് അരി ഇവിടെ ഉണ്ട്, വേറെ അരി ഒന്നും ഇവിടെ അല്ല. ഈ വെണ്ണാണെങ്കിൽ ലേശൊരു വിളഞ്ഞ ഐറ്റാണ്. ഓളും മനസ്സിലാക്കി ഈ അരി ഇപ്പൊ ഇവിടെ അടുത്തുനിന്ന് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് തട്ടിക്കൊണ്ടുപോവാൻ നല്ല മട്ടാണ്. ഇവള് മാപ്പിളിനോട് വന്നിട്ട് ഇവളെ ഭർത്താവിനോട് വന്നിട്ട് പറഞ്ഞു, മനസ്സിലാ നിങ്ങൾക്ക് ഒരു രസം കേൾക്കണോ ചോദിച്ചു. ഞാൻ നമ്മളെ അയലോകത്തേക്ക് ഒരു ലിറ്റർ അരി വായ്പ വാങ്ങാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടെ അരി 2 ചാക്ക് ഉണ്ട്, അത് ജൂൺ ജൂലൈക്കുള്ളതാണ്, ഞങ്ങൾക്കുള്ള അല്ലാന്നാണ് ഓളിനോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഓക്ക് വലിയൊരു പരിചയമില്ലാത്ത 2 ചുമട്ട് തൊഴിലാളികൾ ആരെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ 2 ചാക്ക് അരി നമുക്ക് അവിടുന്ന് കഴിച്ചിലാക്കാം മൂപ്പര് വരുമ്പോത്തിന് എന്ന് പറഞ്ഞ് ഭർത്താവിനെ ചട്ടം കൂട്ടി. ചട്ടം കെട്ടിയ സമയത്ത് ഭർത്താവ് ഇവക്ക് പരിചയമില്ലാത്ത 2 ചുമട്ട് തൊഴിലാളികളെ 2 യൂണിയൻകാരെ വിളിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്തെന്നറിയിച്ചു. 2 പോട്ടർമാര് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ജൂൺ ജൂലൈ ആണ്, ഞങ്ങൾക്ക് 2 ചാക്ക് അരി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് തരാൻ പറഞ്ഞു. കൊറേ കാലായി അത് ഇവിടെ കൊടന്ന് വെച്ചിട്ട് പൂക്കൽ തുടങ്ങിയിട്ടുണ്ടാവും, ഇപ്പൊ എന്നാ വേഗം കൊണ്ടേക്കോളി എന്ന് പറഞ്ഞു. ഇവളത് ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്ത് വോട്ടർമാരാ 2 ചാക്ക് അരി കണ്ട് ഏറ്റി കൊണ്ടുപോയി. ഇവക്കാണെങ്കിൽ ആൾക്കാരെ യാതൊരു പരിചയവും ഇല്ല. ഭർത്താവ് വീട്ടിൽ തിരിച്ചു 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഇവള് പറഞ്ഞു, ആ ജൂൺ ജൂലൈക്കുള്ള അരി വന്നുകൊണ്ട് കൊണ്ടേക്കണിട്ടോ. അതില് ഭർത്താവാണ്ട് അന്തം വിട്ട്, ജൂൺ ജൂലൈക്കുള്ള അരി ആര് കൊണ്ടുപോയി, എന്ത് കൊണ്ടുപോയി? ജൂൺ ജൂലൈ ഇവിടെ വന്നതിന് ഞങ്ങൾക്കുള്ള അരി തരാൻ പറഞ്ഞു ഞാൻ എടുത്തു കൊടുത്തു. ഇതാണ് ഈ വിദ്യാഭ്യാസം തീരെയില്ലാഞ്ഞുള്ള കുഴപ്പേ. മനസ്സിലായോ? അപ്പൊ മന്ത് എന്ന് പറഞ്ഞാല് മാസാണ്. മനസ്സിലായോ? അപ്പൊ 7-ാം മാസത്തിൽ സാധാരണ പ്രസവത്തിന് വിളിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മാസം ഉണ്ടാവും. ഈ 2-3 മാസം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരിങ്ങനെ ഭാര്യമാരെ സുഖവിവരം അറിയാൻ പോവുക എന്നുള്ള ഒരു പതിവാണ്. കാരണം അവനാന്റെ ഭാര്യമാരെ സുഖം പിന്നെ അവനല്ല അന്വേഷിക്കണ്ടേ. അപ്പോ ഈ 2-3 മാസം ഇങ്ങനെ ഭർത്താവ് വന്നും പോയി ഇങ്ങനെ നിൽക്കും. അപ്പോ ഈ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു മാമൂലുണ്ട്. അതായത് ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പെണ്ണിനെ വിളിക്കാൻ വേണ്ടി വരുമ്പോ പെണ്ണിന്റെ വീട്ടുകാര് കട്ടില്, അലമാര, ബ്രിഡ്ജ് ഇതൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്വഭാവം. എന്ത് പാലല്ല, ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ കേട് വരാതിരിക്കാൻ വേണ്ടിട്ട് തണുപ്പിക്കാൻ വേണ്ടിട്ട് വെക്കണ സാധനം. മനസ്സിലായ? അത് തന്നെ പറഞ്ഞു. ഫ്രിഡ്ജ് എന്നൊക്കെ പറയണെങ്കിൽ കുറച്ച് ഇടങ്ങാറാണ്. ഞാൻ ബ്രിഡ്ജ് എന്നായിരുന്നു പറഞ്ഞു. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പാലാണല്ലേ, എനിക്കതറിയില്ലേ. അപ്പോ അതൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ കുഞ്ഞവറാന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊടുന്ന അലമാരന്റെ പലക എന്തോ പൊടുകണ്ണിക്ക് പെയിന്റ് അടിച്ചാണെന്നോ എന്തോ ഒരു സംഗതി കുഞ്ഞവറാന്റെ ഉമ്മ പറഞ്ഞത് കുഞ്ഞവറാന്റെ ഭാര്യന്റെ ഉമ്മാക്ക്, അതായത് അമ്മായിമാക്ക് പറ്റിയിട്ടില്ല. മൂത്തിയാര് പിന്നെ ആ പക വീട്ടണ ആരോടാന്നറിയാം? ഈ സാധുവിനോടാ. ഇവൻ ആഴ്ചയിൽ ഭാര്യ വീട്ടിൽ ചെല്ലണ സമയത്ത് അമ്മായി എന്ത് ചെയ്യും? സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഇവൻ ഉണ്ടാക്കി കൊടുക്കൂല. ഇവന് വല്ല മത്തൻ്റെ ഇല തിളപ്പിച്ചതോ
എന്തെങ്കിലും ചീരന്റെ മത്തന്റെ എന്തെങ്കിലും ഒരു ചാറും ഒരു എന്ന ചോറും ഒക്കെ കൊടുക്കലുള്ളൂ. കാരണം അമ്മായിമാക്ക് ഈ ദേഷ്യമുണ്ട് ഇവനോട്, മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കാലഘട്ടത്തിലാണ് ഒരു സംഭവം ഉണ്ടായത്. സാധാരണ ഈ പെണ്ണുങ്ങള് ഗർഭരണികളാവുമ്പോ പല മുതലും തിന്നാൻ ആഗ്രഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിപ്പോ ഇനി ആഗ്രഹം ഉണ്ടായിട്ടാണോ ഇതൊരവസരമാണ് ഇപ്പൊ കിട്ടണത് കിട്ടുള്ളൂ എന്നുള്ള നിലയ്ക്ക് ഈ അവസരം വെച്ച് മുതലെടുക്കുകയാണോ നമുക്കറിയില്ല, നമുക്കിപ്പോ ഉണ്ടാവില്ലല്ലോ. ഏതായാലും ഗർഭരണിയാകുന്ന സമയത്ത് പല ആഗ്രഹങ്ങളും പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും എന്നാ പറയുന്നത്. അപ്പൊ ഈ പെണ്ണ് ഒരു ദിവസം ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് ലേശം കോയിറച്ചിയും വെള്ളപ്പം തിന്നാൻ വലിയ പൂതിണ്ട്. ഇത് കേട്ടപ്പോ ഉമ്മ എന്ത് വിചാരിച്ചു, എന്റെ കുട്ടിക്ക് നടാടെ വയറ്റിലുണ്ടാകുകയുള്ളോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ കോയിറച്ചിയും വെള്ളപ്പം ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്നത്തെ മാതിരിയൊന്നും എന്നും കോഴിയൊന്നും ഇറക്കണ സ്വഭാവമൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലേ. അന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യല്ലേ.